ഈ മാസം 10-ാം തീയതി ഇറങ്ങിയ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടുന്നത് 15-ാം തീയതിയാണ്. രാവിലത്തെ ഷോ കണ്ടു. ഒരു രക്ഷയില്ലാത്ത പടം. പല ആളുകളും എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ സിനിമയെ കുറ്റം പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു എന്റർടൈൻമെന്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് സിനിമക്കൊക്കെ. അവിടെ പോയിട്ട് അതും ഇതാണ് കാണേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഒരു ഡൗട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആലപ്പുഴ ജിംഖാന വന്ന് കാണുന്നത് നല്ലതാണ്. നല്ലൊരു എന്റർടൈൻമെന്റ് സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ബസൂക്ക എന്ന സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ചെറിയൊരു പ്രോബ്ലങ്ങളൊക്കെ ഏതൊരു സിനിമയിലും വരും. ആ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ സിനിമയ്ക്കുണ്ട്, ആ സിനിമക്കുണ്ട്, എല്ലാ സിനിമക്കുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആധികാരികമായിട്ട് കിടക്കാം. ഖാലിദ് റഹ്മാനാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ശ്രീനി ശശിധരൻ ചേർന്നുകൊണ്ടാണ് അത് മുഴുവനാക്കിയിട്ടുള്ളത്. ഈ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ആകെ 5 പടം ചെയ്തിട്ടുള്ളത്. ഈ 5 പടങ്ങളിൽ അനുരാഗ കരിക്കിൻ വെള്ളം തുടക്കം അത്യാവശ്യം നല്ല അടിപൊളിയായി ഓടിയ പടമാണ്. അത് കഴിഞ്ഞ് നമ്മളോട് ത്രസിപ്പിച്ച് ത്രില്ലടിപ്പിച്ച ഒരു സാധനമാണ് മമ്മൂട്ടിയുടെ ഉണ്ട എന്ന സിനിമ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ലവ് എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. ലവ് എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ, ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് തല്ലുമാല. എന്റെ പൊന്നു മോനെ, ഈ 3 പടങ്ങളിൽ തമ്മിൽ വ്യത്യസ്തമായിട്ട് തല്ലുമാല ഒന്നും കൂടി അങ്ങ് ഹൈപ്പിൽ കയറി. അത് കഴിഞ്ഞിട്ട് ഇത് ആലപ്പുഴ ജിംഖാന എന്ന സിനിമ വരുന്നു. ഇനിയും നല്ല നല്ല സിനിമകൾ ഖാലിദിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഖാലിദ് ഒരു സംഭവം തന്നെയാണ്. രണ്ട് സിനിമകൾ, പിന്നെ മഞ്ഞുമൽ ബോയ്സിലും അതേപോലെ മായാനദിയിലും ചെറിയ സീനുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അഭിനയത്തിന്റെ പാഠവങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകതരം ആക്ടിങ് ആണ്. ഈ ആലപ്പുഴ ജിംഖാനയുടെ ഒരു ചെറിയൊരു പ്രൊമോഷൻ വന്നപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു സീനുണ്ട്. പെട്ടെന്ന് ആള് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്നാൽ ഞാൻ ഈ കഥ മുഴുവൻ പറയാന്നുള്ളത്. അതൊക്കെ വൈറലായിരുന്നു അല്ലെ. ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, +2 തോറ്റ കുറച്ച് സുഹൃത്തുക്കള് വീണ്ടും ഉപരിപഠനത്തിന് സ്പോർട്സ് കോട്ടയാണ് ഏറ്റവും ഉത്തമം എന്ന് കണ്ടെത്തുകയും എന്നിട്ട് അവർ തന്നെ ഒരു പരിപാടി കണ്ടെത്തുന്നതാണ് ബോക്സിംഗ് ജില്ലാ തലത്തിലേക്ക് മത്സരിച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഗുണമാകും എന്നുള്ള ധാരണയിലാണ് ഇവർ ഈ ഒരു ബോക്സിങ്ങിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ജില്ലാതല മത്സരമൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കിടക്കും. പിന്നീട് അങ്ങോട്ട് കയറി ചെല്ലുമുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളെ വളരെ തമാശ രീതിയിലാണ് ഈ ഒരു സ്പോർട്സിനെ അവർ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തോൽവിയും വിജയവും ഒക്കെ ഈക്വൽ ആണ് എന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ. ഇപ്പൊ ഒരുപാട് പയ്യന്മാര് നേരെ ബോക്സിംഗ് ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടോ. നമ്മുടെ സുഹൃത്ത് ഉണ്ട്, അവന്റെ അടുത്തൊക്കെ നല്ല തിരക്കാന്നാ പറയുന്നത്. സുവേഷ് എന്ന് പറയും, എടപ്പാള്. അങ്ങനെ അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. അത് പിന്നെ ഒരു ട്രെൻഡിങ് ആണല്ലോ. പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം ഇതിന്റെ കാസ്റ്റിംഗാ. വല്ലാത്ത കാസ്റ്റിംഗ് ആയി. ഞാൻ ഈ ബേബി ജീൻ എന്ന് പറയുന്ന ഒരു റാപ്പ് സിംഗർ ഉണ്ടല്ലോ, ആള് എന്താണ് കാണിച്ചു കൂട്ടുക എന്ന് എനിക്ക് വലിയ കൗതുകം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഇന്റർവ്യൂകളിൽ വന്നപ്പോൾ ഒരു കണ്ണാട ഉണ്ടായിരുന്നു, സിനിമയിൽ അദ്ദേഹത്തിനെ കാണിക്കുമ്പോൾ ഒരു കണ്ണാട ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പൊന്നു മോനെ അയാൾ വെറുപ്പിക്കുമെന്ന്. പക്ഷെ അയാൾ അടിപൊളിയിൽ ചെയ്തു. ഞാൻ ആകെ വണ്ടർ അടിച്ചു പോയി. അയാൾ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ അയൽവാസി, ഈ പറയുന്ന ജീനും നമ്മളെ അയൽവാസി കേട്ടോ, നമ്മുടെ ലുക്മാൻ അവറാൻ ഒരു രക്ഷയില്ല കേട്ടോ. അദ്ദേഹം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് നാച്ചുറൽ ആക്ടിങ്ങിന്റെ അങ്ങേ തലത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാ. പിന്നെ നെസ്ലന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. മാറ്റം വന്ന അദ്ദേഹത്തിന്റെ ബോഡിയിലാണ്. ആക്ടിങ്ങിൽ നമ്മൾ എന്നും കാണുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇത് ഭാവിയിൽ ഒരു സാധ്യത കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന് ഒരു കുഴപ്പമുണ്ടല്ലോ. ദിലീപ് എന്നും ഒരേപോലെ ചെയ്ത് ഒരു സംഭവം തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് ആ ഒരു സാധനത്തിൽ ഇത് ജയറാമിനുണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു ഇത് തോന്നി. ഈ നെസ്ലന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു ട്രെൻഡിങ്ങിൽ ഈ ഒരു ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെ നിൽക്കണതാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് മാസ്മരികമായിട്ട് ഒന്നുമില്ല, പക്ഷെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സീനുകളൊക്കെ അടിപൊളിയാണ്. നമുക്ക് മുൻകൂർ ഗസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ആളുടെ. പിന്നെ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ, ആ 6 പാക്ക്. അതുപോലെ ഇദ്മനും നമ്മളെ ഗണപതി ഒന്ന് ഫാറ്റി ബോഡിയാണ് വന്നതെങ്കിൽ പോലും അദ്ദേഹം അടിപൊളിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട് സിനിമയിൽ. സിനിമ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇതിലെ കാസ്റ്റിംഗ് പൊളി. ഇത് നെസ്ലനാണ് നായകനെങ്കിൽ പോലും നെസ്ലനേക്കാളൊക്കെ മുകളിലാണ് മറ്റു നടന്മാർ പലപ്പോഴും നമ്മൾ കാണും. ഒരു സ്ക്രീൻ പ്രസൻസ് കൊടുത്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. അതാണ് ഈ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ശരിക്കും ഇവരെ ബോക്സിംഗ് പഠിപ്പിക്കുന്ന ഒരു കോച്ചായിട്ടാണ് നമ്മുടെ നാഷണൽ പ്ലെയർ ഒക്കെ ആയിട്ടുള്ള ഈ ലുക്മാനൊക്കെ വരുന്നത്. ഈ ലുക്മാൻ ഒരു സംഭവമാണ്, പക്ഷെ കുറച്ച് സംഭവങ്ങൾ ഉണ്ട്, ഞാൻ പറയുന്നില്ല. ഞാൻ ഇതിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നില്ല. അപ്പൊ ഖാലിദ് റഹ്മാനും ഇതിൽ കായി ഇറക്കിയിട്ടാണ് സിനിമ വരുന്നത്. നെസ്ലൻ, ലുക്മാൻ, ഗണപതി, പൊതുവാള്, അതേപോലെ സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീന്, ശിവ ഹരിഹരൻ. ഒരു രക്ഷയില്ല പൊന്നുമക്കളെ. കിടിലൻ സാധനം ചിരിപ്പിച്ചൊരു ഇതാക്കി വെച്ചിട്ടുണ്ട്. അതന്നെ നമുക്കൊരു എന്റർടൈൻമെന്റ് തന്നെയാണ് സിനിമ പൂർണ്ണമായി തരുന്നത്. പിന്നെ ജിംഷി ഖാലിദിന്റെ ക്യാമറ വർക്ക്, സുഹൃത്തുക്കളെ, ക്യാമറ വർക്ക് പൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ ഷോട്ടുകളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമുണ്ട്.
മറ്റൊന്നല്ല, മറ്റ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിഷാദ് യൂസഫ് എന്ന് പറയുന്ന നമ്മളെ വിട്ടുപോയിട്ടുള്ള അദ്ദേഹത്തിന്റെ എഡിറ്റിങ്. സത്യം പറയട്ടെ, എനിക്ക് ആ ഓരോ എഡിറ്റിംഗ്, ഓരോ കട്ടിങ് കാണുമ്പോൾ വണ്ടർ അടിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര സങ്കടം കൂടി വന്നു എന്നുള്ളതാണ്. അദ്ദേഹം മരണപ്പെട്ട ആ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. തല്ലുമാലയിലെ എഡിറ്റിംഗ് ആണെങ്കിലും അദ്ദേഹം ഒരുപാട് എഡിറ്റിംഗ്, അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമകളെ കുറിച്ച് നമ്മൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് വയസ്സ് 43 വയസ്സാണ്. അദ്ദേഹം ചെയ്തു വെച്ച സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലുമാല എന്ന സിനിമക്ക് ബെസ്റ്റ് എഡിറ്റർക്കുള്ള അവാർഡൊക്കെ വാങ്ങിയതാണ്. ഒരുപാട് നല്ല നല്ല സിനിമകൾ അദ്ദേഹം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 22 ഫീമെയിൽ കോട്ടയത്തിന്റെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ ഉണ്ട എന്ന സിനിമയിൽ ഒരു കാമിയോ റോളിലും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പോട്ട് എഡിറ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്കിന്റെ സ്പോട്ട് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടാണ് മരണപ്പെടുന്നത്. ഏറ്റവും അവസാനം ബസൂക്കയും കങ്കുവയും ഒക്കെ നമ്മളെ മുന്നിലേക്ക് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെട്ടു. അത് ദുരൂഹമായ സാഹചര്യത്തിൽ അത് അന്വേഷണം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ സിനിമ പല ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം എഡിറ്റിങ്ങിന്റെ മാസ്മരികത ഒക്കെ കണ്ട് നമ്മൾ ഞെട്ടിത്തരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് ആരും അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിഷ്ണു വിജയിന്റെ മ്യൂസിക്, പൊന്നു മോനെ എന്തുവാടെ കാട്ടി വെച്ചിരിക്കുന്നത്. ഓരോ മ്യൂസിക് ഇങ്ങനെ കോരിത്തരിപ്പ് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു രക്ഷയില്ലട്ടാ. ഗപ്പി എന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആളാണ്. അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കിനെ എടുത്ത് പറയണം. അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ 35 കോടിയിലടുത്ത് 5 ദിവസത്തിന്റെ ഉള്ളിൽ ഓൾറെഡി അവർ കളക്ട് ചെയ്തു. ഇനിയും കളക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇതിൽ പിന്നെ എല്ലാ സിനിമയുടെ കാര്യത്തിൽ നമ്മൾ കളർ ഗ്രേഡിങ്ങിനെ പോലെയൊക്കെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു സാധാരണക്കാരൻ കണ്ട സിനിമയുടെ റിവ്യൂ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ആധികാരികമായിട്ട് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. സിനിമയുടെ സംവിധാനം, അതേപോലെ തന്നെ തിരക്കഥ, അതുപോലെ തന്നെ ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, ആക്ടിങ് എല്ലാം ചേരുമ്പോൾ ഒരു പെർഫെക്റ്റ് സാധനം നമുക്ക് കിട്ടുന്നല്ല. എല്ലാ ചേരുവകളും കൃത്യമായി ചേർക്കുമ്പോഴാണ് കറക്റ്റ് സാധനം കിട്ടുള്ളൂ പറഞ്ഞ പോലെയാണ് ഈ ഒരു സിനിമയിലും വന്നിട്ടുള്ളത്. ഖാലിദിന്റെ അടുത്ത സിനിമ ഏതാണെന്ന് ആളുകൾ ഇങ്ങനെ തിരയും, ഒരു രക്ഷയില്ലാതെ തിരയും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളുടെ ജോണേഴ്സ് വ്യത്യാസമുണ്ട്. ഇറക്കിയ എല്ലാ സിനിമകളും ഹിറ്റാണ്. ഇതിൽ ലവ് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത് OTT റിലീസ് ആയ സിനിമയാണ്. അതെന്തായാലും ഒന്ന് കാണണം. എന്താണ് അതിൽ വെച്ചിരിക്കുന്നത് എന്ന് കാണണ്ടേ. അപ്പോൾ 2-3 സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം അനുരാഗ കരിക്കിൻ വെള്ളം കൊണ്ടുവരുന്നു. ആസിഫ് അലി, അതേപോലെ തന്നെ ബിജു മേനോൻ, അച്ഛനും മകനുമായിട്ടുള്ള ഒരു ക്യാരക്ടർ, അതൊക്കെ ഒരു റൈറ്റ് സംഭവമായിരുന്നു. എനിക്ക് ആ ഒരു സിനിമ മുതൽ ഇങ്ങോട്ട് എല്ലാ സിനിമയും അദ്ദേഹത്തിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നെസ്ലം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തി എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ മാറ്റം വരുത്തുന്നില്ല. അല്ല, കാലക്രമേണ ചിലപ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോൾ മാറിക്കോളും. നമ്മൾ കുറ്റപ്പെടുത്തണ്ടല്ലോ. പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോഴാണല്ലോ മാറുക. ഇപ്പൊ എന്തിനു പറയുന്നത്, നമ്മൾ ലുക്മാൻ അവറാന് കിട്ടുവോ എന്നൊരു ഷോർട്ട് ഫിലിമിലൂടെയാണ് വരുന്നത്. KL10 എന്ന് പറയുന്ന ഒരു സിനിമയിൽ വരുന്നു. ആ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ ആക്ടിങ് കാണുമ്പോൾ അദ്ദേഹം ഒരു ഭയപ്പാടുള്ള പോലെയാണ് ആ സിനിമ കണ്ടത് എനിക്ക് തോന്നിയത്. പിന്നെ ആള് മാറി ഉണ്ടയിലെത്തിയപ്പോ ഒരു രക്ഷയില്ലാത്ത സംഭവം വെച്ചു. പിന്നീട് അങ്ങോട്ട് മാറി ഒരു ലെവലില്ല, തല്ലുമാലയിലും അതിലും ഇതിലൊക്കെ കത്തിക്കയറി നിന്നു. ഇപ്പൊ അദ്ദേഹം ഒരു കൃത്യമായി പറഞ്ഞ നല്ല പക്ക ആർട്ടിസ്റ്റ് ആണ്. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. റിങ്ങിലുള്ള തല്ല് അത് പുറത്തേക്ക് എത്തുന്നു. അതൊക്കെ ഈ ഒരു സിനിമയുടെ മർമ്മസുന്ദരമായ നിമിഷമാണ്. എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ വാങ്ങുന്ന കാര്യം തർക്കമൊന്നും വേണ്ട. ഫാമിലിക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഫാമിലിക്ക് വന്ന് കാണാം. പയ്യന്മാരെല്ലാവരും വന്ന് കാണുന്ന സിനിമയാണ്. ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. എന്തായാലും കാണാത്തവർ തിയേറ്ററിൽ പോയിട്ട് കാണാം. ഓക്കെ, പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതിലേക്ക് സന്ദീപ് പോവാണ്. സൈനിങ് ഓഫ്.